ഇന്ന് നമ്മൾ വെണ്ടക്ക വെച്ചിട്ട് ചോറിൻ്റെ കൂടെ ആയാലും ചപ്പാത്തിൻ്റെ കൂടെയും ഇഡ്ഡലി അപ്പം ഇതിനൊക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു കിടിലൻ കറിയാണ് ഉണ്ടാക്കുന്നത്. ഈ ഒരു കറി ഉണ്ടെങ്കിൽ ചോറിന് പിന്നെ വേറെ ഒരു കറിൻ്റെ ആവശ്യമില്ല കേട്ടോ. നല്ല ടേസ്റ്റാണ്. വെണ്ടക്ക വെച്ചിട്ടൊക്കെ പല കറികളും ഉണ്ടാക്കുമായിരിക്കും. പക്ഷേ ഈ രീതിയിൽ നിങ്ങളൊന്നും ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കട്ടോ. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കണമെന്ന് കണ്ടു നോക്കിയാലോ. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എൻ്റെ വെണ്ടക്ക എടുക്കുമ്പോൾ നല്ല ഇങ്ങനെ വളഞ്ഞ് പോകണം കേട്ടോ. ഒന്ന് കാണിച്ചു തരാം. ഇങ്ങനെ വളഞ്ഞിട്ടിരിക്കണം. അതാണ് മൂക്കാത്ത വെണ്ടക്ക. നല്ല ചളുമ്പ് വെണ്ടക്ക എടുത്തിട്ട് അത് നന്നായി കഴുകിയതിന് ശേഷം ഞാൻ ഇത് മുറിച്ച് കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് ഒന്ന് മീഡിയം ഫ്ലെയിമിലിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അതിൻ്റെ വഴുവഴുപ്പൊന്ന് പോകാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാനവിടെ മീഡിയം ഫ്ലെയിമിലാക്കി വെച്ചിട്ടുണ്ട്. ആ സമയം കൊണ്ട് ഞാനിതിലേക്ക് കുറച്ച് പരിപ്പ്, മീഡിയം സൈസ് ഒരു വലിയ ഉള്ളി, ഒരു 2-3 തക്കാളി, ഒരു കുറച്ച് പുളിപ്പ് വേണം കേട്ടോ തക്കാളിക്ക്, പിന്നെ കുറച്ച് വെളുത്തുള്ളി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി ഇട്ടിട്ടുണ്ട്, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട്. ഇതെല്ലാം പാടെ കൂടിയിട്ട് നമ്മൾ കുക്കറിൽ മീഡിയം ഫ്ലെയിമിൽ 2 വിസിലടിപ്പിക്കുക. 2 വിസിലടിക്കുമ്പോഴേക്കും ഇതിൻ്റെ ഉള്ളിയും തക്കാളിയും എല്ലാം നന്നായിട്ട് വെന്ത് ഉടഞ്ഞ് കിട്ടും കേട്ടോ. എൻ്റെ മക്കൾ ഉള്ളിയും തക്കാളിയൊക്കെ എടുത്ത് കളയുള്ളൂ. അപ്പോൾ അതുപോലെ തന്നെ കുക്കറിൽ വേവിച്ച് ഉടയ്ക്കും ഞാൻ. അപ്പോൾ പിന്നെ അവർ കഴിച്ചോളും. അതോടെ 2 വിസിൽ വന്നിട്ട് ഞാനത് ഓഫാക്കി വെച്ചിട്ടുണ്ട്. അതിൻ്റെ പ്രഷർ മുഴുവൻ പോട്ടെ. അപ്പോഴേക്കും ഞാനിതാ ചാറ് വെക്കുന്നത് മൺചട്ടിയിലാണ് കേട്ടോ. നമ്മൾ വറുത്ത് വെച്ച വെണ്ടക്ക മുഴുവനും ഞാൻ ചട്ടിയിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇനി ഞാൻ അതിലേക്ക് ഇത് വറക്കുമ്പോൾ തന്നെ ഉപ്പ് ഇടണം കേട്ടോ. അപ്പോൾ പെട്ടെന്ന് അതിൻ്റെ വഴുവഴുപ്പ് പോകും. ഉപ്പ് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട്. കുറച്ച് നേരം അവിടെ ഇരിക്കുമ്പോഴേക്കും നമ്മുടെ വെണ്ടക്കയിലേക്ക് നന്നായിട്ട് അതിൽ ഉപ്പ് പിടിക്കാൻ വേണ്ടിയിട്ടാണ്. ആ സമയം കൊണ്ട് കുക്കറിൻ്റെ പ്രഷർ മുഴുവൻ പോയിട്ടുണ്ട്. പോയതിന് ശേഷം ഞാൻ തുറന്നിട്ട് ഞാൻ ആ പരിപ്പ് വേവിച്ചത് ഒന്ന് ഉടച്ചതിന് ശേഷം ഞാൻ വെണ്ടക്കയിലേക്ക് കൊട്ടി കൊടുത്തിട്ടുണ്ട് കേട്ടോ. വെണ്ടക്കയിലേക്ക് കൊട്ടി കൊടുത്ത് നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട്. അപ്പോഴേക്കും ഞാനത് കുറച്ച് ചെറിയ ഉള്ളിയും തേങ്ങയും പാടെ അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. വേറെ ഒന്നും ഇതിലേക്ക് കൂട്ടണ്ട കേട്ടോ. ചെറിയ ഉള്ളിയും തേങ്ങയും പാടെ മിക്സിയിൽ നന്നായിട്ട് അരച്ചെടുക്കും. മിക്സിയിലോ അമ്മിയിലോ എങ്ങനെയാണെങ്കിലും. പിന്നെ നമുക്ക് ചാറ് എത്രയും വേണ്ടിച്ചാൽ അതിനനുസരിച്ചിട്ടുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കുക. വെള്ളം ഒഴിച്ച് കൊടുക്കുമ്പോൾ ചൂടുവെള്ളം ഒഴിച്ച് കൊടുക്കുക കേട്ടോ. അല്ലെങ്കിൽ പച്ചവെള്ളം ചുവയ്ക്കുള്ളൂ ചാറ്. ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. തേങ്ങ ഒന്ന് വെന്ത് കിട്ടണം, പക്ഷേ തിളച്ച് പോകുകയും ചെയ്യരുത്. അപ്പോൾ അതുകൊണ്ട് നന്നായിട്ട് ഇത് ഇളക്കിയിട്ട് അതിൻ്റെ ഒരാവി വരും, അതുവരെ ഒന്ന് ഇളക്കി കൊടുക്കുക. ചാറിപ്പോൾ എങ്ങനെയാണെങ്കിലും ഒരു ഇക്കും തോറും നന്നായിട്ട് കുറുകി വരും കേട്ടോ. നല്ല ടേസ്റ്റാണ് പരിപ്പും വെണ്ടയ്ക്കയും പാടെ ചാറ് വെച്ചിട്ടുണ്ടെങ്കിൽ. അപ്പോൾ നന്നായി ആവിയൊക്കെ വന്നിട്ടുണ്ട്. ഞാൻ ഫ്ലെയിം ഓഫാക്കി. ഇനി നമുക്ക് ഇതിലേക്കൊരു വറവിടാം. അതിൻ്റെ ഞാൻ ചട്ടി വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് ഇട്ടിട്ടുണ്ട്. വേറെ ഒന്നും വേണ്ട കേട്ടോ. ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയും കടുകും കറിവേപ്പിലയും ഇട്ട് ഫ്ലെയിം ഓഫാക്കിയതിന് ശേഷം ഞാനിതിലേക്ക് കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം പാടെ നന്നായിട്ടൊന്ന് പച്ചമണം പോകുന്ന വരെ ഒന്ന് വഴറ്റി കൊടുക്കുക മുളകിൻ്റെ. അതിന് ശേഷം നമ്മുടെ കറിയിലേക്ക് ഒഴിച്ച് കൊടുത്ത് അടിപൊളി കറിയാണ്. ഇത്ര നേരം എൻ്റെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്തതിൻ്റെ എല്ലാ കൂട്ടുകാരനെ കൊണ്ട് ഒരുപാട് നന്ദിയുണ്ട്. തുടർന്ന് നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാണ്. നിങ്ങൾ ഇതേപോലെ ഒന്ന് വെണ്ടക്ക പരിപ്പും പാടെ കറി വെച്ച് നോക്കിയിട്ടോ. നല്ല ടേസ്റ്റാണ്. വെക്കുന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഫീഡ്ബാക്ക് താഴെ കമൻറ്റ് ബോക്സിൽ അറിയിപ്പിക്കാനും മറന്നു പോകരുത്. ഇന്ന് ഉണ്ടാക്കിയ ഈ പരിപ്പും വെണ്ടയ്ക്കയും വെച്ചുള്ള കറി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കും. ഇഷ്ടമായ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറന്നു പോകരുത് കേട്ടോ. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരെല്ലാവരെ കൊണ്ടും ഓക്കെ. താങ്ക് യു. അസ്സലാമു അലൈക്കും. ബായ്.